വിയാറയലിനെതിരായ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെയാണ് ഈ സീസൺ അവസാനം പരിശീലക സ്ഥാനം ഒഴിയുകയാണെന്ന് ബാഴ്സലോണ കോച്ച് സാവി പ്രഖ്യാപിച്ചത്. ഇതോടെ ജൂൺ 30 ബാഴ്സയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സാവി പരിശീലക പദവി ഒഴിയും. 1 വർഷത്തെ കരാർ ശേഷിക്കെയാണ് സാവിയുടെ രാജിപ്രഖ്യാപനം. ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് സാവിയുടെ തീരുമാനം. സാവിയുടെ പകരക്കാരനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ബാഴ്സലോണയെന്നാണ് റിപ്പോർട്ടുകൾ. റോബർട്ടോ ഡി സെർബി, ഹാൻസി ഫ്ലിക്, സിമോൻ ഇൻസാഗി, റാഫേൽ മാർക്കസ് എന്നിവരെയെല്ലാം ബാഴ്സലോണ പരിഗണിക്കുന്നുണ്ട്. ഇതിനിടെ സാവി പരിശീലകനായി തുടർന്നേക്കുമെന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട്. സാവി തുടരുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും ഇക്കാര്യം കോച്ചുമായി ചർച്ച ചെയ്യുമെന്നും ബാഴ്സയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ വെളിപ്പെടുത്തി. കാറ്റലോണിയ റേഡിയോയോട് സംസാരിക്കുകയായിരുന്നു ഡെക്കോ. സാവി കോച്ചായി തുടരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ സീസൺ അവസാനിച്ചാലേ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാവൂ. സാവിയുമായി ചർച്ച നടത്തും. നിലവിൽ പുതിയ കോച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴേ തീരുമാനമെടുക്കേണ്ട സാഹചര്യമില്ല. ബാഴ്സയിൽ ആരും സാവിക്കെതിരല്ല. നിലവിലെ തീരുമാനം സാവിയുടേതാണ്. അതിൽ സ്പോർട്ടിംഗ് ഡയറക്ടർക്കോ ബാഴ്സലോണ മാനേജ്മെൻറ്റിനോ പങ്കില്ല. നിലവിൽ ഏത് തീരുമാനത്തിനും സാധ്യതയുണ്ട്. പക്ഷേ അത് സീസൺ അവസാനമായിരിക്കുമെന്നും ഡെക്കോ പറഞ്ഞു. കഴിഞ്ഞ സീസണിൽ ബാഴ്സയെ ലാ ലീഗ ചാമ്പ്യന്മാരാക്കാൻ സാവിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ സീസണിൽ പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താൻ ബാഴ്സയ്ക്ക് കഴിഞ്ഞില്ല. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.